ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി മുട്ടക്കറി റെസിപ്പി ആയിട്ടാണ്. സാധാരണ മുട്ട പുഴുങ്ങി പലതരം കറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മുട്ട പുഴുങ്ങാതെ തന്നെ തേങ്ങ അരച്ച ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഈ കറി നമുക്ക് ചപ്പാത്തി, അപ്പം, ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അതിനായി ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, 2 തക്കാളി, 3 ചുവന്ന മുളക്, 1 പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി. ഇതുകൂടാതെ ഒരു പകുതി തേങ്ങ കൂടി ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഞാനിതൊരു വലിയ തേങ്ങയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുക്കുന്നത്. കൂടാതെ മുളകും മല്ലിയും വെളുത്തുള്ളിയും കൂടി വറുത്തെടുക്കേണ്ടതുണ്ട്. മറ്റേ അടുപ്പിൽ ഞാൻ മുളകും വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ചൂടായതിന് ശേഷം അതേ പാനിൽ തന്നെ തേങ്ങയും കൂടി ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ 2 പാൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കല്പം സമയം ലാഭിക്കാം. മുളക് വറുത്തെടുക്കുന്ന സമയത്ത് കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ആദ്യം തന്നെ മല്ലി ഇട്ട് കൊടുക്കരുത്. മുളക് അല്പം ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം മല്ലി ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ മല്ലി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങയും മുളകും 2 പാൻ വെച്ച് വറുത്തെടുക്കുന്ന സമയത്ത് രണ്ടും മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങ നന്നായി ചൂടായി കളർ അല്പം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തേങ്ങയും മുളകും അല്പം ചൂടാറാൻ വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. സവാള അത്യാവശ്യം വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി തന്നെ വഴറ്റിയെടുക്കാം. ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ മുളകും തേങ്ങയുമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടാവും. നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ അരച്ചെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തെടുത്ത് നന്നായി തന്നെ അരച്ചെടുക്കുക. ഇവിടെ ഈ കൂട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ തേങ്ങ അരയ്ക്കാൻ പോയത്. അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ച് തിളയ്ക്കാൻ വെക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് അല്പം മുട്ട മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മുട്ട ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട ഡയറക്റ്റായി പൊട്ടിച്ച് ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ ഒരു ബൗളിലേക്ക് ആദ്യം പൊട്ടിച്ചിട്ടതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതെന്തിനാ ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മുട്ടയിൽ ഏതെങ്കിലും ഒരെണ്ണം കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പൊട്ടിച്ചിടുന്ന സമയത്ത് നമ്മുടെ കറി മൊത്തം നാശമായിപ്പോവും. അതൊഴിവാക്കാനാണ് ഈ പറഞ്ഞത്. മുട്ട ചേർത്ത് കൊടുത്ത പാടെ ഇളക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് വെക്കുക. എന്നിട്ട് ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് മുട്ട വെന്ത് തുടങ്ങുമ്പോൾ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ മുട്ടയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ അവസാനം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം അല്പം കൂടി കറിവേപ്പില ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചപ്പാത്തി, അപ്പം എന്നിവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.